Konnichiwa. Japan Diaries by Chee Chaade പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തു. നമ്മൾ വീട്ടിലിരിപ്പാണ്. അനുവേട്ടൻ എപ്പോഴും ഓഫീസ് ജോലിയൊക്കെ ചെയ്യും. എനിക്കും കുറച്ച് പണികളൊക്കെ ഉണ്ട്, എങ്കിലും മോസ്റ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ്. ജാപ്പനീസ് ചിക്കൻ കട്ട്ലറ്റ്. എങ്ങനെയാണ് ജാപ്പനീസ് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പറയാം. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 3-4 സാധനങ്ങൾ മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇങ്ങനെയാണ് ഇവിടെ ചിക്കൻ ബ്രസ്റ്റ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്യും. അത് പിന്നീട് കാണിച്ചു തരാം. പിന്നെ വേണ്ടത് സോൾട്ട് ആൻഡ് പെപ്പറാണ്. ഇവിടെ ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ മതി. നമുക്കിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഫ്ലോറാണ്, ഓൾ പർപ്പസ് ഫ്ലോറ്. പിന്നെ മുട്ട വേണം. പിന്നെ ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനം എന്നല്ല, ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ വെറും ഈ 5 സാധനങ്ങൾ മതി നമുക്ക് നമ്മുടെ ജാപ്പനീസ് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഇതിനെ ചിക്കൻ കട്ട്സ് എന്നാണ് പറയപ്പെടുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ ലഞ്ച് മെനുവിലൊക്കെ എപ്പോഴും കാണാറുള്ള ഒരു വിഭവമാണ് ചിക്കൻ കട്ട്സ്. ചിക്കൻ കട്ട്സ് വിത്ത് കറി, അതായത് കറിയുമായിട്ടാണ് മിക്കപ്പോഴും കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കൻ ബ്രസ്റ്റിനെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഒരു തിൻ സ്ലൈസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ വീണ്ടും ഇതിനെ കട്ട് ചെയ്തെടുക്കുക. തൽക്കാലം ഇപ്പം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു കിച്ചൺ റാപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ചിക്കൻ്റെ സ്ലൈസിൻ്റെ മുകളിലേക്ക് വെക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ കുറച്ചുകൂടെ തിന്നായിട്ട് വേണം കിട്ടാൻ. ഇത്ര തിക്കായിട്ടിരുന്നാൽ നമ്മുടെ കട്ട്ലറ്റ് അത്ര അങ്ങോട്ട് ശരിയാവത്തില്ല. അപ്പോൾ കുറച്ച് തിന്നായിട്ട് വേണം. ഇങ്ങനെ ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇടിക്കുക. ഇവർ ഇങ്ങനെ തിന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മീറ്റ് മാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കിട്ടും. അത് വെച്ചിട്ടാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ ഈ ചപ്പാത്തി പരത്തുന്ന ഈ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മീറ്റ് മാലറ്റ് ഇല്ല. കുറച്ചും നമ്മളിങ്ങനെ ഇടിച്ചു കൊടുത്താലേ അതുകൊണ്ട് നന്നായിട്ട് തിന്നാവത്തുള്ളൂ. ഈ ഉപ്പും കുരുമുളകും കൂടെ ഉള്ള മിക്സിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുമിച്ചില്ലാത്തവർ ഉപ്പും കുരുമുളകും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താലും മതി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഇപ്പം നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിക്കനകത്ത് നമ്മൾ ഉപ്പും കുരുമുളകും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒന്ന് അടിച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു മുട്ട മതി. ജസ്റ്റ് മുട്ട മാത്രം ഇട്ടൊന്ന് അടിച്ചു വെക്കാം. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മുട്ടയും ഓൾ പർപ്പസ് ഫ്ലോറും ബ്രെഡ് ക്രംസും ഒക്കെ എടുക്കുന്നത് നമ്മൾ കൂട്ടണം. ഇപ്പോൾ നമ്മൾ ഒരു പീസ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മുട്ട മാത്രം എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കണം. എന്നിട്ട് വേണം ഈ ചിക്കൻ ഇതിനകത്തൊക്കെ മുക്കിയിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. ഒരുപാട് സമയം നമുക്ക് കളയണ്ട.
ഇതൊന്ന് മുങ്ങി നല്ല ഫ്രൈ ആയിട്ട് വരാനുള്ള എണ്ണ വേണം. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാത്തിലും മുക്കി ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് മുങ്ങി നല്ല ഫ്രൈ ആയിട്ട് വരാനുള്ളത്രയും നമ്മൾ എണ്ണ ഒഴിക്കണം. നമ്മുടെ നാട്ടിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല എണ്ണയൊക്കെ ഒഴിച്ചല്ലേ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ചിക്കൻ ആദ്യം നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ഓൾ പർപ്പസ് ഫ്ലോർ പിടിക്കണം. ഓക്കെ, ഇപ്പം നന്നായിട്ട് എല്ലായിടത്തും ഓൾ പർപ്പസ് ഫ്ലോർ പിടിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മുട്ടയ്ക്കകത്ത് മുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം മുട്ടയ്ക്കകത്ത് നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളിനി ബ്രെഡ് ക്രംസിലേക്ക് ഇടണം. നന്നായിട്ട് ഇതിൽ പിടിക്കണം ബ്രെഡ് ക്രംസൊക്കെ. നമുക്ക് എണ്ണ ആയോ എന്നറിയാൻ ജസ്റ്റ് ഒരു ബ്രെഡ് ക്രംബ് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് നോക്കാം. ഓക്കെ, അത് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടാറായി. നമ്മൾ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതൊരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇങ്ങനെ എടുത്തു. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് വെക്കാം. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഈ ചിക്കൻ കട്ട്സു, ജാപ്പനീസ് ചിക്കൻ കട്ട്ലേറ്റ്, ക്യാബേജും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കും ഇവിടെ കുറച്ച് ക്യാബേജും ഒരു ടൊമാറ്റോയും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മളിത് കട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മളിവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്താണ് കിട്ടുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്താണ് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്നത്. ഞാനങ്ങനെ ഇവിടെ, അപ്പോൾ നമുക്കെടുത്ത് കഴിക്കാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഇവർ ഒരു സോസ് ഒഴിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ സോസ് ഇഷ്ടമല്ല. ഞങ്ങളെപ്പോഴും ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇത് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പം നമുക്കും അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. ആക്ച്വലി നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ക്യാമറമാൻ അനുവേട്ടനോടൊപ്പം അഖില.